മാഷിൻ്റെ സ്വന്തം അപ്പു. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 11. അപ്പു പെട്ടെന്ന് മുഖമുയർത്തി തന്നെ പിടിച്ചിരിക്കുന്ന ആളിനെ നോക്കി. അയാളിൽ നിന്നും അകന്നു മാറി. സോറി, ഞാൻ പെട്ടെന്ന് കണ്ടില്ല. അപ്പോഴേക്കും രഘുവും സിമിയും അവിടേക്ക് വന്നു. എന്താ മോനെ, എന്തു പറ്റി? മോള് വല്ല കുസൃതിയും കാണിച്ചോ? ഇല്ല, വീഴാൻ പോവുകയായിരുന്നു. ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വീണേനെ. എന്താ അപ്പു, നിന്റെ കുട്ടികളി മാറിയില്ലേ? നിനക്ക് നോക്കി നടന്നൂടെ? ഒന്നും തോന്നരുത്, എൻ്റെ മോളാണ് അപർണ. സാരമില്ല അങ്കിൾ, ഇറ്റ്സ് ഓക്കെ. അപ്പുവിനെയും സിമിയെയും നോക്കി ചിരിച്ച് ദേവദത്ത് അവിടെ നിന്നും പോയി. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് രണ്ടും കൂടി പെട്ടെന്ന് പൊക്കോളണം, നേരെ ഇരുട്ടുവാണ്. രഘു രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ഇതിനിടയിൽ അനീഷ് ദേവദത്ത് എടുത്ത സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തിരുന്നു. കൗണ്ടറിൽ നിൽക്കുന്ന അപ്പുവിനെ നോക്കി ചിരിച്ചിട്ട് അയാൾ കാറിൽ കയറിപ്പോയി. ആരാ അച്ഛാ അയാൾ? RK ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD ദേവദത്താണ് ആ പോയത്. മാളിയേക്കൽ രാജശേഖരൻ്റെയും ദേവപ്രഭയുടെയും 2 മക്കളിൽ ഇളയവൻ. മൂത്തത് ദേവദേവൻ. അയാൾ അങ്ങ് വിദേശത്താണ് ഫാമിലിയുമായി. അവിടുത്തെ ബിസിനസ് എല്ലാം നോക്കുന്നത് അയാളാണ്. ഇവിടെ ദേവദത്ത് മിടുക്കനാണ്. അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ കുടുംബം. ആ കടപ്പോടൊന്നും ഒരിക്കലും തീരില്ല. കഥയും കേട്ട് നിൽക്കാതെ, അനി, നീ ഇവരുമായി ഒരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോ. ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അതിൽ വരാം. അനീഷിനെ നോക്കി സിമി മുഖം വെട്ടിച്ചു. ഇവിടെ വന്ന് ഇത്ര നേരമായിട്ടും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഒരു ഓട്ടോ വന്നതും അപ്പു ആദ്യം അതിൽ കയറി, പിന്നാലെ സിമിയും, ഒടുവിൽ അനീഷും. അനീഷിൻ്റെ കൈകൾ സിമിയുടെ കൈകൾക്ക് പുറത്തായിരുന്നതും അവൾ കൈവലിച്ചു. അനീഷ് അവളുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചു. സിമി കൈകൾ വിടുവിക്കാനായി നോക്കിയെങ്കിലും അനീഷ് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു. ചുണ്ടു കൂർപ്പിച്ച് സോറി പറഞ്ഞു. അതും കൂടി കണ്ടപ്പോൾ പെണ്ണടങ്ങി മിണ്ടാതെയിരുന്നു. വീടെത്തും വരെ അപ്പു കലപില എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഗുരുവായൂരിൽ നിന്നും സോമനും ലളിതയും സുജിത്തും പുറപ്പെട്ടിട്ടുണ്ട്. രഘു പറയുമ്പോൾ സിമി ബഹളം തുടങ്ങി. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞേ പോകൂ, എനിക്ക് ലീവുണ്ട്. അതിന് നിന്നോട് ആരെങ്കിലും പോകാൻ പറഞ്ഞോ? നീ എന്തിനടി പിന്നെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? അപ്പോൾ കളിയായി ചോദിക്കുമ്പോൾ സിമി ഒന്ന് അടങ്ങി. ഏട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നീ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കാമെന്ന് വിചാരിക്കുന്നത്? അച്ഛനും അമ്മയും ഇരിക്കുന്നത് പോലും ഓർക്കാതെ അപ്പുൻ്റെ ഈ പ്രഭാഷണം. ഈ പെണ്ണ് മനുഷ്യൻ്റെ നാണം കെടുത്തും. രാത്രിയിൽ സിമിയും അപ്പുവും ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പുക്കിളി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അതിന് മുഖവുരയുടെ ആവശ്യമുണ്ടോ സിമി? ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട ആളില്ലേ, അയാളെ നീ ആദ്യമായാണോ കാണുന്നത്? പിന്നല്ലാതെ, ഞാൻ ആദ്യമായാണ് കാണുന്നത്. എന്താടി ഇങ്ങനെ ഒരു ചോദ്യം? അയാളുടെ നോട്ടവും ഭാവവുമൊക്കെ കാണുമ്പോൾ നിന്നെ ഇതിനു മുന്നേ പരിചയമുള്ളതുപോലെയാണ്. ഞാൻ നല്ലോണം ശ്രദ്ധിച്ചതാണ്. കാറിൽ കയറുന്നതിന് മുൻപ് വരെ അയാൾ നിന്നെ നോക്കി ചിരിക്കുന്നത്. നീ പിന്നെ ആരെയാ വെറുതെ വിടുന്നത്? എല്ലാവരെയും ശ്രദ്ധിക്കും. അതല്ലടി, എനിക്കെന്തോ അയാളുടെ നോട്ടത്തിലൊരു വശപ്പിശക്ക് ഫീൽ ചെയ്തു. മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കു പെണ്ണെ, വേറെ ഒരു ജോലിയും ഇല്ല അവൾക്ക്. അപ്പോൾ ഷീറ്റും വലിച്ചു മൂടി ഉറങ്ങാൻ കിടന്നു. രാവിലെ എല്ലാവരും തിരക്ക് പിടിച്ച ക്ലാസ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് സാവിത്രി ഒരു പാത്രവുമായി നന്ദൻ്റെയും വിഷ്ണുവിൻ്റെയും അടുത്തേക്ക് വന്നത്. അവൾ പാത്രം വിഷ്ണുവിൻ്റെ നേർക്ക് നീട്ടി. വിഷ്ണുവും നന്ദനും അവളെ നോക്കി. എന്താ ടീച്ചർ വിശേഷിച്ച്? നന്ദൻ അത് ചോദിച്ചതും ജലജ ടീച്ചർ അവിടേക്ക് വന്നു. ഇന്ന് സാവിത്രി ടീച്ചറിൻ്റെ പിറന്നാളാണ് മാഷേ. ആശംസകൾ ടീച്ചർ. ഒരുപാട് വർഷം ആയുരാരോഗ്യ സൗഖ്യത്തിൽ ജീവിക്കാൻ കഴിയട്ടെ. നന്ദൻ സാവിത്രി ടീച്ചറിൻ്റെ 2 കൈയും പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെയും ആശംസകൾ ടീച്ചർ. വിഷ്ണുവും ടീച്ചറിന് കൈ കൊടുത്തു. ഇത് പായസമാണ് മാഷേ, അടപ്രഥമൻ. രാവിലെ അമ്മ ഞാൻ ഇറങ്ങാൻ നേരം എടുത്തു തന്നു. എന്തായാലും സന്തോഷം ടീച്ചറെ ഈ പായസത്തിന്. ഇപ്പോൾ കുറേയായി പായസം കുടിച്ചിട്ട്. ചെറിയ ഗ്ലാസ്സിൽ ജലജ ടീച്ചർ തന്നെ 2 പേർക്കും വിളമ്പിക്കൊടുത്തു. ലൈബ്രറിയിൽ വെച്ച് നന്ദനെ കണ്ടപ്പോൾ അപ്പു വീട്ടിൽ സിമി വന്നതിനെക്കുറിച്ചും 2-3 ദിവസം വീട്ടിലുണ്ടാകുമെന്നുമൊക്കെ പറഞ്ഞു. അച്ഛൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളും ഒന്ന് വിടാതെ നന്ദനെ അപ്പു പറഞ്ഞു കേൾപ്പിച്ചു. മാഷേ, സിമി പറയുകയാ, സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട ചേട്ടൻ എന്നെ തന്നെ നോക്കുമായിരുന്നു എന്ന്. പോകാൻ നേരത്തും എന്നെ കണ്ണെടുക്കാതെ നോക്കുന്നു. നിന്നോട് അയാൾക്ക് എന്തോ ഉണ്ടെന്നൊക്കെ. അതും കൂടി കേട്ടപ്പോൾ നന്ദന് ദേഷ്യം വന്നു. വലിയ കുട്ടിയാണെന്നുള്ള ബോധം നിനക്ക് തീരെയില്ല അപ്പു.
എപ്പോഴും കുഞ്ഞുകളിയാണ്. നിന്നോട് ആരാ പറഞ്ഞത് ഈ നേരം കെട്ട നേരത്ത് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ? അതുകൊണ്ടല്ലേ വല്ലവരുമൊക്കെയായി കൂട്ടിയിടിച്ച് കുഴപ്പമുണ്ടായത്? നന്ദൻ്റെ ഒച്ച മാറി ദേഷ്യസ്വരമായപ്പോഴേക്കും അപ്പുവിൻ്റെ കണ്ണ് നിറഞ്ഞു. സോറി മാഷേ, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല, നല്ല കുട്ടിയായിക്കോളാം. അവളുടെ കണ്ണ് നിറഞ്ഞുള്ള ആ പറച്ചിൽ കേട്ടപ്പോഴേക്കും നന്ദന് വല്ലാത്ത വിഷമം തോന്നി. അതല്ല അപ്പു, കുറച്ചുകൂടി കാര്യങ്ങളെ സീരിയസ് ആയി കാണണം. ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ അയാൾ അങ്ങനെ കാണാൻ ചുള്ളനാണോ? ആര്? അപ്പു അറിയാത്ത പോലെ ചോദിച്ചു. ആ സൂപ്പർ മാർക്കറ്റിൽ കണ്ട ആൾ. ആ, എനിക്കൊന്നും അറിയില്ല, ഞാൻ നോക്കിയില്ല. അപ്പു നന്ദൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്ന് അവൻ്റെ ഷർട്ടിലെ ബട്ടൺസ് ഓരോന്നായി തിരിക്കാൻ തുടങ്ങി. നന്ദൻ പെട്ടെന്ന് ചുറ്റുപാടും നോക്കി. പെണ്ണിൻ്റെ രണ്ട് കൈയും പിടിച്ചു താഴ്ത്തി പിന്നിലേക്ക് മാറി. എൻ്റെ അപ്പൂട്ടാ, ഇത് ലൈബ്രറിയാണ്, നീ കുറച്ചുകൂടി മാറി നിന്നേ. അല്ലേലും എന്നോട് ഒരു സ്നേഹവുമില്ല ഇപ്പോൾ. ആര് പറഞ്ഞു? എൻ്റെ ഉള്ളു നിറയെ നിന്നോടുള്ള സ്നേഹമല്ലേടി. നന്ദനെ അന്വേഷിച്ച് അപ്പോഴേക്കും വിഷ്ണു അവിടെ എത്തി. ആഹാ, കൊള്ളാം, രണ്ടും കൂടി ഇവിടെ നിൽക്കുകയാണ്. ഞാൻ നിന്നെ ഇവിടെ മുഴുവൻ അന്വേഷിച്ചു. വിഷ്ണുവിനെ കണ്ടപ്പോൾ അപ്പു നന്ദനിൽ നിന്നും കുറച്ചുകൂടി മാറി നിന്നു. എന്നാൽ ഞാൻ പോകുന്നു മാഷേ. അപ്പു വേഗം ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിലേക്ക് പോയി. എന്തുവാടാ, അല്പസമയം കിട്ടുമ്പോൾ തുടങ്ങുമല്ലോ റൊമാൻസ്? ഇല്ലടാ, 1-2 ദിവസമായി പെണ്ണിനോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട്. ഇതെന്താ എന്നെ അന്വേഷിച്ചിറങ്ങിയത്? എടാ, പുതുതായി വരുമെന്ന് പറഞ്ഞ മാഷ് വന്നിട്ടുണ്ട്. കണ്ടിട്ട് ആളൊരു സുമുഖനാണ്. അവിടെ സുധാകരൻ സാറും ജലജ ടീച്ചറും ഒക്കെ പരിചയപ്പെടുന്ന തിരക്കിലാണ്. അപ്പോഴാണ് ഞാൻ നിന്നെ അന്വേഷിച്ചത്. നിന്നെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ് ഞാൻ. എനിക്ക് തോന്നി നീ ഇവിടെ കാണുമെന്ന്. അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തോന്നുമല്ലോ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ. ഞാൻ വന്നതുകൊണ്ട് നിനക്ക് കിട്ടാനുള്ള എന്തെങ്കിലും കിട്ടാതിരുന്നോടാ? വിഷ്ണു ആക്കിയാണ് അത് ചോദിച്ചത്. ഒന്ന് പോടാ അങ്ങോട്ട്, അവൻ എന്തെല്ലാം കാര്യങ്ങളാണ് അറിയാനുള്ളത്. നീ വരണമെങ്കിൽ വാ, സാറ് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് അയാളെ ചെന്ന് പരിചയപ്പെടാം. ഓ പിന്നെ, എന്തൊരാത്മാർത്ഥത. ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഒരു ചുംബനം. അത് ശരിയായിരുന്നു, നീ ഇപ്പോൾ വന്നതുകൊണ്ട് എൻ്റെ പെണ്ണിൻ്റെ ഒരു ചുംബനം മിസ്സായി. വിഷ്ണുവും നന്ദനും സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ പുതിയ മാഷിൻ്റെ ചുറ്റും തന്നെയാണ് എല്ലാവരും. നന്ദനും വിഷ്ണുവും മാഷിൻ്റെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ എല്ലാവരും വട്ടം കൂടി നിന്നാൽ ആ മാഷിന് കുറച്ച് കാറ്റ് കിട്ടട്ടെ. നന്ദൻ മാഷിൻ്റെ ആ വർത്തമാനം കേട്ടതും സുധാകരൻ സാറും എല്ലാവരും അവിടെ നിന്ന് മാറി. എൻ്റെ പേര് നന്ദൻ. ഞാൻ വിഷ്ണു. എൻ്റെ പേര് വിനയൻ. ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നു പുതുതായി 2 ടീച്ചേഴ്സ് വരുന്നതിനെക്കുറിച്ച്. ഞാനിവിടെ അല്ല, കുറച്ച് കിഴക്ക് നിന്നാണ്. വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയുമുണ്ട്. എനിക്ക് ജോലി കിട്ടിയിട്ട് ഏകദേശം 4 വർഷമായി. മാഷ് എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞോ? ആ, സുധാകരൻ സാറിനെയും ജലജ ടീച്ചറിനെയും സാവിത്രി ടീച്ചറിനെയും ഒക്കെ പരിചയപ്പെട്ടു. അപ്പോഴേക്കും ബെല്ലടിച്ചിരുന്നു. എല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോയി. നന്ദനും വിഷ്ണുവും കൂടി ചേർന്നാണ് വിനയനെ പുതിയ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരിചയപ്പെടുത്തിയത്. വൈകുന്നേരം അപ്പു സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും മുറ്റത്ത് കാർ കിടക്കുന്നത് കണ്ടു. അപ്പോഴേ അവൾക്ക് മനസ്സിലായി സുജിത്തേട്ടനും അമ്മായിയും അമ്മാവനും വന്നിട്ടുണ്ടെന്ന്. അകത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു എല്ലാവരും ചായ കുടിക്കുന്നു. അപ്പുവും ഓടിച്ചെന്ന് കയ്യും കഴുകി അവർക്കൊപ്പം ചായ കുടിക്കാനിരുന്നു. അമ്മായിയുടെ അപ്പുക്കിളി വന്നല്ലോ. സ്നേഹം അവിടെ ഇരിക്കട്ടെ, എനിക്കെന്താ കൊണ്ടുവന്നതെന്ന് ആദ്യം അതൊക്കെ ഇങ്ങെടുക്ക്. നിനക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എടുത്തു തരാനായിട്ട്. സുജിത്താണ് അത് പറഞ്ഞത്. അല്ലെങ്കിലും സുജിത്തേട്ടനും എന്നോടൊരു സ്നേഹവുമില്ല. അമ്മായി എന്തെങ്കിലും വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ പോലും സുജിത്തേട്ടൻ സമ്മതിച്ചു കാണില്ല. അതെന്തായാലും നീ പറഞ്ഞത് കറക്റ്റാണടി അപ്പു. ഈ ഏട്ടൻ അല്ലെങ്കിലേ പിശുക്കനാണ്. അപ്പുവിന് സപ്പോർട്ടുമായി സിമിയും എത്തി. അയ്യടാ, രണ്ടിനും എന്തൊരു ഒത്തൊരുമ. അല്ലേലും ഞങ്ങൾ രണ്ടും എപ്പോഴും ഭയങ്കര കമ്പനിയാ. അല്ലേലും ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഭയങ്കര കമ്പനിയാ. വെറുതെ അവരോട് തല്ലിടാൻ നിൽക്കാതെ അവർക്ക് വേണ്ടി വാങ്ങിയത് എടുത്ത് കൊടുക്കടാ. സുജിത്ത് ബാഗിൽ നിന്നും ഒരു പാക്കറ്റ് വലിച്ചെടുത്തു. അതിൽ 2 സെറ്റ് സാരിയായിരുന്നു. ഗുരുവായൂരിൽ നിന്നും വാങ്ങിയതാണ്. കണ്ണൻ്റെ പടമൊക്കെ പ്രിന്റ് ചെയ്തതാ. നല്ല ഭംഗിയുള്ള സാരി. അപ്പോൾ ഓടി വന്ന് അമ്മായിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അല്ലേലും അമ്മായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അയ്യടി, ഇത് അമ്മായി ഒന്നും വാങ്ങിയതല്ല, ഞാൻ വാങ്ങിയതാണ് നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി. എന്നിട്ട് ക്രെഡിറ്റ് മുഴുവൻ അമ്മയ്ക്ക്. കൊള്ളാമല്ലോ പെണ്ണ്. സുജിത്ത് മുഖം കൂർപ്പിച്ചു. വിനയൻ സാർ എല്ലാവരുമായി വളരെ വേഗം കമ്പനിയാകുന്ന ഒരാളായിരുന്നു. മാഷേ, എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ? ഇവിടുത്തെ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞോ? ഇവിടെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ
ഞങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന്. രാവിലെ തുടങ്ങിയോടാ നിന്റെ കത്തി. ഇന്ന് നിന്റെ ഇര എന്താ, വിനയമാഷാണോ? നന്ദൻ വിഷ്ണുവിനോട് ചോദിച്ചു. മാഷ് രാവിലെ വെറുതെ ഇരിക്കുന്നത് കണ്ട് ഞാനൊരു കമ്പനി കൊടുക്കാമെന്ന് കരുതി വന്നതാ. ഓ അങ്ങനെ, അല്ലാതെ കത്തിവെക്കാനല്ലായിരുന്നു. നന്ദനും കൂടെ കൂടി. അയ്യോ ഞാൻ പോകുന്നു, നീ ഒരു മഹാനിരുന്ന് മാഷിന് കമ്പനി കൊടുക്ക്. മാഷിന് വിഷ്ണുവിൻ്റെയും നന്ദിനെയും വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണല്ലോ, ടോം ആൻഡ് ജെറി പോലെ. ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ല മാഷേ, വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരു വയറ്റിൽ പിറന്നില്ല എന്നേ ഉള്ളൂ. ഇവൻ എൻ്റെ കൂടപ്പിറപ്പാ. അപ്പോഴേക്കും ജലജയും സാവിത്രിയും സുധാകരൻ മാഷും ഒക്കെ അകത്തേക്ക് വന്നിരുന്നു. ഇനിയിപ്പോൾ തിരക്ക് പിടിച്ച ക്ലാസ് ആയിരിക്കും. മാഷേ, +1 പരീക്ഷ എടുക്കാറായില്ലേ? പോർഷൻസൊക്കെ കവർ ചെയ്യണം. നല്ല ഉഴപ്പന്മാരാണ് പിള്ളേർ. റിവിഷനൊക്കെ ചെയ്യാനുള്ള സമയമൊക്കെ കണ്ടെത്തി എല്ലാം കൂടി സ്പീഡാക്കണം. ബെല്ലടിച്ചതും എല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോയി. സോമനും ലളിതയും സുജിത്തും കൂടി രാവിലെ പുറപ്പെടാനായി റെഡിയായി. ഇതെന്തൊരു പോക്കാ ചേട്ടാ, വന്നതല്ലേ ഉള്ളൂ ഇന്നലെ രാത്രി. 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ? രാധ പരിഭവത്തോടു കൂടി പറഞ്ഞു. എടി, അവിടെ ഒരു വീട് മടച്ചുകൂട്ടി ഇറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാമോ? കുറച്ച് കോഴിയും ആടും താറാവുമൊക്കെ ഉള്ളത് പട്ടിണിയായി പോവും. ഇപ്പോൾ തന്നെ അപ്പുറത്തെ കുമാരനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അല്ലെങ്കിലും ഏട്ടൻ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാനുള്ള ധൃതിയാണ്. എടി, അങ്ങനെ പരാതി പറയുവാണെങ്കിൽ നീയോ അളിയനോ പിള്ളാരോ അവിടെ വന്നിട്ട് എത്ര കാലമായി എന്നറിയാമോ? അത് പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടിട്ട് വരാൻ പറ്റില്ലെന്ന് രഘുവേട്ടൻ പറയുന്നത് കൊണ്ടല്ലേ? ആ, അതാണ് കാര്യം. എല്ലാവർക്കും അവരവരുടെ ജീവിതമാർഗം തന്നെയാണ് വലുത്. ഞാൻ പരാതി പറയുന്നതല്ല. നിനക്ക് അളിയനെ ഇട്ടിട്ട് മക്കളെയും കൊണ്ട് അവിടെ വന്ന് നിൽക്കാനും പറ്റത്തില്ല. എനിക്ക് അവിടുത്തെ കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കാനും പറ്റില്ല. ഇതൊക്കെയല്ലേ ഈ ജീവിതം എന്ന് പറയുന്നത്. നീ കൊച്ചു പിള്ളേരെ പോലെ പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ സന്തോഷമായി വന്ന് ഞങ്ങളെ യാത്രയാക്കിക്കേ. ആ ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പിള്ളേരുടെ കാര്യത്തിന് ഒരു തീരുമാനമെടുക്കണ്ടേ? എൻ്റെ പൊന്നു പെങ്ങളെ, അതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. നിങ്ങളുടെ സൗകര്യം നോക്കി നമുക്കതങ്ങ് നടത്താം. ഇപ്പോൾ തന്നെ 2 പേർക്കും കെട്ടിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. സിമിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ജോലിയും കൂടി ആയിട്ടുണ്ടല്ലോ. സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം രഘുവേട്ടനും മനീഷും കൂടി ചേർന്ന് തന്നെയാണ് നടത്തുന്നത്. ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ജാതകങ്ങൾ നമ്മൾ നേരത്തെ നോക്കി വെച്ചതല്ലേ. ഞായറാഴ്ച ഒരു ദിവസം ഏട്ടൻ ഇങ്ങോട്ട് വാ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ജോത്സ്യനെ കാണിച്ച് നിശ്ചയത്തിനുള്ള തീയതി എടുക്കാം. ഇനിയും ഇത് വെച്ച് താമസിപ്പിക്കേണ്ട എന്നാണ് രഘുവേട്ടൻ്റെ അഭിപ്രായം. അനീഷിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അപ്പുമോളുടെ കാര്യം നോക്കാമല്ലോ. എടി, അതിനവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. +1 പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് 18 വയസ്സായി കേട്ടാ. 2 വർഷം സ്കൂളിലൊന്നും പോകാൻ കഴിയാതെ ന്യൂമോണിയ വന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമൊക്കെ കഴിഞ്ഞ് 1 വർഷം പിന്നെ സ്കൂളിലൊന്നും വിട്ടില്ലല്ലോ. അതൊക്കെ അറിയാൻ രാധേ. എന്നാലും അവൾ കുഞ്ഞല്ലേ. പെൺകുട്ടികൾ പെട്ടെന്ന് വളരും കേട്ടാ. +2 കൂടി കഴിയുമ്പോൾ പെണ്ണിന് 19 വയസ്സാവും. പിന്നെ പെട്ടെന്ന് ആരെയെങ്കിലും കണ്ടുപിടിച്ച് നിശ്ചയമൊക്കെ നടത്തി വെക്കണം. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം നടത്താമല്ലോ. പറഞ്ഞു വരുമ്പോൾ സുജിത്ത് മുറച്ചെറുക്കനാണ്. പക്ഷെ അവനൊരിക്കലും അവളോട് അങ്ങനെയുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളതായി നമുക്കാർക്കും അറിവില്ല. അവൾക്ക് തിരിച്ച് അവനോടും അങ്ങനെ തന്നെ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ തോന്നുകയൊന്നും വേണ്ട. 2 പേരും ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ ചോദിച്ചു കളയാം അവരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. നാളെ ഒരു കാലത്ത് ചോദിച്ചില്ല പറഞ്ഞില്ല എന്ന് പരാതിയൊന്നും പറയരുത്. സിമി അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ രണ്ടും ഇപ്പോൾ തള്ളി പുറത്തേക്ക് വരുമെന്ന അവസ്ഥയാണ്. എൻ്റെ പൊന്നമ്മായി, ഈ അപ്പുക്കിളിയെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എൻ്റെ സിമിയുടെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവൾ എനിക്ക് കുഞ്ഞു പെങ്ങൾ തന്നെയാണ്. അപ്പുവിന് അതും കൂടി കേട്ടപ്പോഴാണ് സമാധാനമായത്. ഇനി സുജിത്തേട്ടൻ്റെ മനസ്സിലെങ്ങാനും എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് അവൾക്ക് എപ്പോഴും ഭയമുണ്ടായിരുന്നു. അതും മാറി. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് യാത്ര പറഞ്ഞിറങ്ങിയത്. എന്നാൽ ഒരു കാര്യം ചെയ്യാം. വരുന്ന ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് നിശ്ചയത്തിൻ്റെ തീയതി എടുക്കാം. പോകുന്ന വഴിക്ക് ഏട്ടൻ എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ കയറി രഘുവേട്ടനോടും കൂടി പറഞ്ഞിട്ട് പോയാൽ മതി. പോകുന്ന വഴിക്ക് അനീഷിനെ ഒന്നുകൂടി കാണാമല്ലോ എന്ന ചിന്തയിൽ സിമിയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ കൃത്യമായി അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അയ്യടി, പെണ്ണിൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ, എലി പൊന്നേലെ കണ്ടതുപോലെ. വരലക്ഷ്മിക്ക് 2-3 ദിവസമായി ആകെ ഒരു വല്ലായ്മയാണ്. അവൾ എന്തോ വലിയ ആശയക്കുഴപ്പത്തിൽ പെട്ടിട്ടുണ്ടെന്ന് അച്ഛന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇന്നെന്താണ്, മോൾക്ക് ബാങ്കിൽ പോകണ്ടേ?
വിശ്വംഭരൻ മുറിയിലേക്ക് കയറി വരുമ്പോൾ വരലക്ഷ്മി കിടക്കുന്നത് കണ്ട് ചോദിച്ചു. വരലക്ഷ്മി അച്ഛനെ കണ്ട ഉടനെ എഴുന്നേറ്റിരുന്നു. പോകണം അച്ഛാ, കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. എന്താണ് അച്ഛൻ്റെ മോളുടെ മനസ്സിലൊരു ആശയക്കുഴപ്പം? ഒന്നുമില്ല, അച്ഛന് വെറുതെ തോന്നുന്നതാ. ഓ പിന്നെ എനിക്കൊന്നും തോന്നുന്നതല്ല. അച്ഛൻ അറിയില്ലേ വരമോളുടെ മുഖമൊന്ന് മാറിയാൽ? എന്താടാ, അച്ഛനോട് പറയാൻ പറ്റാത്ത വല്ല കാര്യവുമാണോ? അതൊന്നും അല്ല അച്ഛാ, എനിക്കൊന്ന് പ്രണയിക്കാൻ തോന്നുന്നു. അമ്പടി മിടുക്കി, അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, പ്രണയിച്ചോ. പക്ഷെ അതിനൊരാളിനെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആളിൻ്റെ പേരാണ് അച്ഛൻ അറിയേണ്ടത്. ആളിന് പേരൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാവുമോ എന്നാണ്. അതെന്താടാ, നീ കണ്ടുപിടിച്ച ആളിനെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം? എന്നാൽ ഞാൻ ആ പേര് പറയട്ടെ അച്ഛാ? താൻ പറയടോ ധൈര്യമായി. അത് വിഷ്ണുവേട്ടൻ. പുള്ളിക്കാരനെയാണ് കാണുമ്പോൾ എനിക്ക് പ്രണയിക്കാൻ തോന്നുന്നത്. വിശ്വംഭരൻ പൊട്ടിച്ചിരിച്ചു. ഇത്രയും നല്ല ആളെ പ്രണയിക്കുന്ന കാര്യത്തിനാണോ ഈ ആശയക്കുഴപ്പം? അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഞാൻ വിഷ്ണുവേട്ടനെ പ്രണയിക്കുന്നത്? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ത് കാരണമാണ് അതിലുള്ളത്? വിഷ്ണു എൻ്റെ നന്ദനെ പോലെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അന്ന് അവിടെ വെച്ച് അവൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ അറിയില്ലേ അത്? അതുപോലെ തന്നെ ഭാർഗവനും സൗദാമിനിക്കുമൊക്കെ വിഷ്ണു നന്ദനെ പോലെ തന്നെയാണ്. അത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ എൻ്റെ വരമോൾക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമല്ലേ? അതുപോട്ടെ, എൻ്റെ മോൾക്ക് പ്രണയിക്കാൻ തോന്നുന്ന കാര്യം വിഷ്ണുവിനറിയാമോ? അതറിയില്ല, പക്ഷെ ഞാനത് ഇപ്പോഴൊന്നും പറയില്ല. ഞാൻ പ്രേമിച്ച് 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 ആ വാക്കിന് തന്നെ ഒരു പദം വന്ന് കഴിയുമ്പോൾ വിഷ്ണുവേട്ടൻ അറിഞ്ഞാൽ മതി. അപ്പോൾ ശരി, എൻ്റെ എല്ലാവിധ ആശംസകളും. അയ്യേ, ഇങ്ങനെ ഒരു അച്ഛനെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. മോളെ പ്രണയിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു. മോളുടെ മനസ്സും ഇഷ്ടങ്ങളും മനസ്സിലാക്കുന്ന ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഒരു നല്ല പയ്യനെ അവൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കൂട്ടുനിന്നോ, അത്രയേ ഉള്ളൂ. ഇനി വിഷ്ണു തിരികെ പ്രണയിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ വന്നിരുന്ന് മോങ്ങരുത്. അതുകൊണ്ട് ഇഷ്ടമാണെങ്കിൽ അത് ആദ്യമേ തന്നെ തുറന്നു പറഞ്ഞേക്കണം. ഇന്ന് എന്തായാലും സ്കൂളിലെ കുട്ടികളുടെ പാസ്ബുക്ക് കൊടുക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഷ്ണുവേട്ടനെ കണ്ട് ചെറിയൊരു സൂചനയെങ്കിലും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. വര വിശ്വത്തിൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഹലോ, എന്താ അങ്കിൾ, ഇറങ്ങാറായോ നന്ദ? ഞാൻ വിളിച്ചത് ഡിസ്റ്റർബായോ? ഇല്ലെങ്കിൽ സമയമാകുന്നതേ ഉള്ളൂ, റെഡിയായിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് പറഞ്ഞോ. നിന്റെ പെങ്ങൾക്കൊരു പ്രണയപ്പനി. ആർക്ക്? വരയ്ക്കോ? ആ, അത് തന്നെയാണ് കാര്യം. രാവിലെ മുതൽ വലിയ ചിന്താകുഴപ്പത്തിലിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അതെയോ? ആരാണ് ആള്? അവളുടെ ചോയ്സൊക്കെ സൂപ്പറാണ്. വിഷ്ണുമാഷാണ് ആള്. മറുപുറത്ത് നിന്നും നന്ദൻ്റെ ഉറക്കെയുള്ള ചിരിയായിരുന്നു. അവൾക്കെതിരെ നല്ലൊരു പാർട്ട്ണറെ കിട്ടാനില്ല. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരി ഇതുവരെ വിഷ്ണുമാഷിനോട് പറഞ്ഞില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം അങ്കിൾ, ഡോണ്ട് വറി. എന്നാൽ ശരി നന്ദ, ഞാൻ ഫോൺ വയ്ക്കുക. ഓക്കെ, എന്നാൽ ഞാനും ഇറങ്ങട്ടെ. നന്ദൻ മൊബൈൽ കട്ട് ചെയ്തു. എന്നാലും എൻ്റെ വിഷ്ണു. അങ്ങനെ ഒരു പ്രണയം കൂടി പൂവിടുന്നത് കാണാൻ സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ എല്ലാം നന്ദൻ്റെ ചിന്ത വിഷ്ണുവിനെ കുറിച്ചായിരുന്നു. വരലക്ഷ്മി വിഷ്ണുവിന് ഏറ്റവും നല്ല ജോഡിയായിരിക്കും. അവർ തമ്മിലുള്ള ജീവിതവും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ. നന്ദന് എത്രയും പെട്ടെന്ന് സ്കൂളിലെത്തി വിഷ്ണുവിനെ കണ്ടാൽ മതിയെന്നായി. കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് അമ്മ പൊതിഞ്ഞു നൽകിയ ചോറുമായി നന്ദൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു. ക്ലാസ് റൂമിൽ എത്തുമ്പോൾ തന്നെ കണ്ടു എന്തോ ബുക്ക് വായിച്ചിരിക്കുകയാണ് വിഷ്ണു. നന്ദൻ ചെന്നപാടെ വിഷ്ണുവിനെ മുഖം കൊടുക്കാതെ അവൻ്റെ ജോലികളിൽ മുഴുകി. വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് മടക്കി വെച്ചിട്ട് വിഷ്ണു മുഖമുയർത്തി നോക്കുമ്പോൾ നന്ദൻ അവനെ ശ്രദ്ധിക്കുന്നില്ല. വിഷ്ണു സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നന്ദൻ്റെ അടുത്തേക്ക് വന്നു. എന്താണ് നന്ദമാഷിൻ്റെ മുഖം ഇന്ന് കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്? ഇന്നും അപ്പു പിണങ്ങിയോ? എന്നാലും നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെ കരുതിയില്ല വിഷ്ണു. നിന്നെക്കുറിച്ചുള്ള കാര്യം മറ്റൊരാൾ പറഞ്ഞു വേണമോ ഞാൻ അറിയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണത്. കൂടപ്പിറപ്പുകളെന്ന് പറഞ്ഞിരുന്നിട്ട് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. അത്രയും ആയപ്പോഴേക്കും വിഷ്ണുവിൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടിരുന്നു. അവൻ എഴുന്നേറ്റ് വന്ന് നന്ദൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ആരെങ്കിലും സ്റ്റാഫ് റൂമിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി. എന്തുവാടാ പുല്ലേ ഈ പിച്ചും പേയും പറയുന്നത്? കുറച്ച് നേരമായി ഞാനിത് സഹിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നേരെ മുഖത്ത് നോക്കി പറഞ്ഞോ. കുറേ നേരമായി അവൻ്റെ അങ്ങുമിങ്ങും തൊടാതെയുള്ള സംസാരം. അപ്പോൾ കാര്യങ്ങൾ ഇതുവരെ ഒക്കെയായി. എൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഷോ കാണിക്കാറായി.
നന്ദൻ വിഷ്ണുവിൻ്റെ കൈകൾ വിടുവിച്ചു. എടാ, നീ എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ പറയുക. ഞാൻ എന്ത് ചെയ്തെന്നാ നീ ഈ വളച്ചുകെട്ടി പറയുന്നത്? നന്ദൻ ഒന്നും മിണ്ടാതെ കസേരയിലേക്കിരുന്നു. അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ ക്ഷമ നശിച്ചിരുന്നു. അവൻ പുറത്തേക്ക് പോകാനായി ഇറങ്ങി. നന്ദൻ വേഗം വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചു. വിഷ്ണു അവൻ്റെ കൈകൾ തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ അങ്ങ് ചൂടായി പോകാതെ വിഷ്ണു മാഷേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ അനിയത്തിക്കൊരു വിവാഹാലോചന. വിഷ്ണു നെറ്റി ചൊളിച്ചു. നിന്റെ അനിയത്തിക്കോ? അതാരാ? വരലക്ഷ്മി. അവൾ എൻ്റെ പെങ്ങളല്ലേ? അവൾക്കിപ്പോൾ എന്താ ഉടനെ ഒരു സംബന്ധാലോചന? എടാ മരപ്പട്ടി, നിന്നോട് ഇനി എങ്ങനെയാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അവളുടെ അച്ഛനോട് പറഞ്ഞു. അങ്കിളാണ് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്നാലും അവളെ സമ്മതിക്കണം. എന്ത് കാര്യമായിട്ടാണ് അവൾ പോയി അച്ഛനോട് പറഞ്ഞത് നിന്നെ ഇഷ്ടമാണെന്ന്? അങ്കിൾ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ആ ആര്? ആർക്ക്? വിഷ്ണുവിന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഡാ, നിനക്ക് വെക്കമുണ്ടായിരുന്നോ? ഡാ, അതല്ല, ആരോട് ഇഷ്ടമാണെന്നാ നീ പറഞ്ഞത്? എടാ പൊട്ടാ, വരലക്ഷ്മി അവളുടെ അച്ഛനോട് പറഞ്ഞു അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. വിഷ്ണു കസേരയിലേക്കിരുന്നു. എന്താടാ, നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നന്ദൻ വിഷ്ണുവിനെ നോക്കി. ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. എന്നാൽ പ്രത്യേകിച്ചൊരു ഇഷ്ടവും ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇനി തോന്നാനുള്ള സാധ്യതയുമുണ്ട്. വിഷ്ണു പറയുന്നത് കേട്ടപ്പോഴേക്കും നന്ദൻ്റെ കണ്ണുകൾ വീണ്ടും വിഴിഞ്ഞു പുറത്തേക്ക് വന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? നന്ദൻ വിഷ്ണുവിനെ നോക്കി. എടാ, എൻ്റെ ഉള്ളിലും അവളോട് ഒരു പൊടി ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. പക്ഷെ പുറത്ത് കാട്ടിയില്ല. നിന്നോട് പറയണമെന്ന് കരുതി. എൻ്റെ മോനെ, അപ്പോൾ കാര്യങ്ങൾ സെറ്റായി. ദത്ത. അമ്മയുടെ നീട്ടി വിളി കേട്ട് ദേവദത്തൻ മുറിയിലേക്ക് പോയി. ദേവപ്രഭ കിടക്കയിൽ ചാരിയിരിക്കുകയാണ്. എന്താ അമ്മയെ വിളിച്ചേ? അമ്മയ്ക്കൊന്ന് പുറത്തു പോകണം ദേവ. ഒരുപാട് നേരമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. അതിനെന്താ? ദേവ അമ്മയെ കൈകളിൽ കോരിയെടുത്തു. ദേവ വീൽചെയറിൽ ഇരുന്നോളാം ഞാൻ. വേണ്ടെന്നേ, ഞാനിങ്ങനെ കൊണ്ടുപോയി ഹാളിൽ ഇരുത്താം. ദേവദത്ത് അമ്മയെ ഹാളിലെ ദിവാൻകോട്ടിലിരുത്തി. എന്നിട്ട് അവൻ അമ്മയുടെ മടിയിൽ തലവച്ച് കിടന്നു. എത്ര നാളായി അമ്മയുടെ മടിയിൽ കിടന്നിട്ട്? 2 വർഷം മുമ്പ് സ്റ്റെയറിൽ നിന്നും ഒന്ന് വീണ് നട്ടലിന് പരിക്ക് പറ്റി ഇടുപ്പിന് താഴേക്ക് തളർന്നു പോയി. അത് ഏറ്റവും അധികം തളർത്തിയത് ദേവദത്തിനെയാണ്. അമ്മയായിരുന്നു ദേവൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി. ബിസിനസ് സ്ട്രെസ്സിൻ്റെ ഇടയിൽ അമ്മ എപ്പോഴും അവന് ആശ്വാസമായിരുന്നു. ഏറെ നാളെടുത്തു അമ്മയുടെ അവസ്ഥയുമായി ദേവദത്ത് പൊരുത്തപ്പെടാൻ. ഇപ്പോൾ ഏറെക്കുറെ എല്ലാം നോർമലായി. ദേവ, അമ്മ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വാങ്ങിയായിരുന്നോ? എൻ്റെ അമ്മയെ, ഈ കുഞ്ഞി സാധനം വാങ്ങാൻ എന്നെപ്പോലെ തിരക്കു പിടിച്ച ഒരാളെ പറഞ്ഞു വിടുന്നത് ശരിയാണോ? ഈ വീട്ടിലെ ആവശ്യത്തിൽ കൂടുതൽ ജോലിക്കാരുണ്ടെങ്കിലും ഇവിടുത്തെ ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണമെന്നെനിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ. സാധാരണ ലിസ്റ്റ് കൊടുത്തപ്പോൾ മറന്നുപോയി. രഘു എടുത്ത കൂട്ടത്തിൽ ഇല്ലാതെ പോയി. അതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. അമ്മയുടെ കുട്ടന് ബുദ്ധിമുട്ടായോ? ഇല്ലമ്മേ. അമ്മ പറഞ്ഞാൽ പിന്നെ ദേവയ്ക്ക് എതിർപ്പുണ്ടോ? നിന്റെ ഏട്ടനെന്ന ദേവ നാട്ടിലേക്ക് ഇനി എത്രയായി? അവനെ ഒന്ന് കണ്ടിട്ട്. എല്ലാവർക്കും ബിസിനസ് തിരക്ക്. എനിക്കൊന്നും മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ആളില്ല. ഈ മുറിയിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും പരസഹായം വേണം. അങ്ങനെയൊരു സ്ഥിതിക്ക് പ്രഭ ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്തിനാ എൻ്റെ അമ്മയ്ക്ക് ഇത്ര സങ്കടം? അമ്മയ്ക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചാലോ? ഞാനൊന്നും പറയുന്നില്ല. ദേവ അമ്മയുടെ കൈ പിടിച്ച് ചുണ്ടിൽ ചേർത്തു. ഇങ്ങനെ പിണങ്ങല്ലേ അമ്മ. ഞായറാഴ്ച രാവിലെ സോമനും ലളിതയും സുജിത്തും കൂടി വീട്ടിലെത്തി. അപ്പോഴേക്കും രഘുവും രാധയും അനീഷും റെഡിയായിരുന്നു. എന്തായാലും ഞങ്ങൾ 4 പേരും പോയിട്ട് വരാം. നിങ്ങൾ പിള്ളേരിവിടെ ഇരിക്കുക. രഘുവും രാധയും ലളിതയും സോമനും കൂടി ജോത്സ്യനെ കണ്ട് നാള് കുറിക്കാനായി പോയി. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ ഒരു ദിവസം കുറിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ വീട്ടിലെത്തിയത്. രഘുവേട്ട, എങ്ങനെ നോക്കിയാലും നിശ്ചയത്തിന് ഇനി 1 മാസമേ ഉള്ളൂ. അതിനിടയിൽ പറയാനുള്ളവരോടൊക്കെ പറയുകയും ചെയ്യാനുള്ള ജോലികളൊക്കെ വേഗത്തിൽ ചെയ്ത് തീർക്കുകയും വേണം. അല്ലാതെ നിങ്ങൾ അച്ഛനും മോനും രാവിലെ സൂപ്പർ മാർക്കറ്റ് എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി പാതിരാത്രി വന്ന് കയറി പിന്നെ എപ്പോഴോ എന്നെക്കൊണ്ട് ഒറ്റയ്ക്കുമൊന്നും കൂട്ടിയാൽ കൂടില്ല. നിശ്ചയമെന്ന് പറയുന്നത് തന്നെ കല്യാണമാണ്. ഒരാളെ വിളിച്ച് പിന്നൊരാളെ വിളിച്ചില്ല എന്നുള്ള പരാതികൾ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരെയും വിളിക്കണം. കുടുംബത്തിലെ ആദ്യത്തെ കാര്യമാണ്.
ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഒന്നായ ഒരുപാട് പേരുണ്ട് എനിക്കും രഘുവേട്ടനും. അവരെ ഒന്നും ഒഴിവാക്കി ഒരു ചടങ്ങും എൻ്റെ കുടുംബത്തിൽ നടത്താൻ പറ്റില്ല. മസ്കറ്റിൽ നിന്നും വസുവിനെ അറിയിക്കണം, ഹൈദരാബാദിൽ നിന്ന് മൈഥിലിയെയും, പാലക്കാട് നിന്ന് അമ്മുവിനെയും, ചങ്ങനാശ്ശേരിയിൽ നിന്ന് മിഴിയെയും, കൊട്ടാരക്കരയിൽ നിന്ന് നന്ദുവിനെയും, പിന്നെ എൻ്റെ ശ്രീകുട്ടിയെയും. ഇവരെയൊക്കെ നേരത്തെ തന്നെ വിവരം വിളിച്ചറിയിക്കണം. വസുവിനും രമ്യയ്ക്കും ഒന്നും പങ്കെടുക്കാൻ കഴിയില്ല. എങ്കിലും അറിയിക്കാനുള്ള കടമ നമ്മുടേതാണ്. പങ്കെടുക്കാൻ പറയണം. ശരി ശരി, ഇവരൊക്കെ ഇല്ലാതെ നിനക്ക് പറ്റില്ല എന്ന് എനിക്കറിയാമല്ലോ. എല്ലാവരെയും വിളിക്കാം. വീട്ടിലെത്തിക്കഴിഞ്ഞതും